ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് റോമ 8:26. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. എൻ്റെ ബലഹീനതയിൽ എന്നെ സഹായിക്കാൻ എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. ആ ആത്മാവ് എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് പോലും എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ വാച്യമല്ലാത്ത അവാച്യമായ ചില നെടുവീർപ്പുകളുണ്ട്. അതെൻ്റെ കണ്ണുനീരാ, അതെൻ്റെ ഹൃദയത്തിൻ്റെ വിങ്ങലുകളാണ്, ആരോടും പറയാനാവാത്ത സങ്കടങ്ങളാണ്, എൻ്റെ നെഞ്ചിലെ തേങ്ങലുകളാണ്. എന്നാൽ ആത്മാവ് അതറിയുന്നുണ്ട്. ആത്മാവ് എനിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. എൻ്റെ സങ്കടങ്ങൾ പോലും പറഞ്ഞു പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റാതെ പോകുമ്പോൾ ആത്മാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. ദൈവ സാന്നിധ്യം എത്രയധികം ജീവിതത്തിലുണ്ടെന്ന് തിരിച്ചറിയേണ്ട ഒരു തിരുവചനമാണ്. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കും. ആത്മാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും. ഏതവസ്ഥയിലും നിന്നെ വിട്ടുകളയാത്ത ദൈവസ്നേഹത്തിൻ്റെ ഒരു തിരുവചനമാണ്. തിരിച്ചറിയാം, പ്രാർത്ഥിക്കാം. കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കും.